ഹലോ ഗായ്സ്, വെൽക്കം ടു ഗോ ഫുട്ബോളർ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗാർനാച്ചോന്റെ ട്രാൻസ്ഫർ ന്യൂസ് ആണ്. യുണൈറ്റഡ് ഫാൻ എന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു ന്യൂസ് സ്പ്രെഡ് ആവുന്ന കേൾക്കുന്നത് തന്നെ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണ്. കാരണം യുണൈറ്റഡിലെ ഒരു പ്രൊഡിജി കിഡാണ് ഗാർനാച്ചോ. ഫ്യൂച്ചറിൽ ഒരു വലിയ പ്ലെയർ ആവുന്നുള്ള പ്രതീക്ഷയുള്ള ഒരു പ്ലെയറും കൂടിയാണ് ഗാർനാച്ചോ. വിന്റർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നപ്പോളി ഈ ഒരു പ്ലെയറിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കോച്ച് ആന്റോണിയോ കോണ്ടെ ഈ ഒരു പ്ലെയറിനെ അത്യാവശ്യമായിട്ട് വേണമെന്നുള്ള രീതിയിലാണ് യുണൈറ്റഡിനെ അപ്രോച്ച് ചെയ്തത്. അവരുടെ പ്ലെയർ കവറസ്കിയ PSG-യിലോട്ടൊരു മൂവ് നടന്നുണ്ട്. അപ്പൊ ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാൻ കൂടിയാണ് ഗാർനാച്ചോനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് നപ്പോളി ഈ ഒരു ട്രാൻസ്ഫർ ഡീൽ നടക്കാൻ. പക്ഷെ അവർ റേസ് ചെയ്യുന്ന ഒരു 50 മില്യൺ, അതിന്റെ അപ്പുറം എന്തായാലും അവർ റേസ് ചെയ്യില്ല. പക്ഷെ യുണൈറ്റഡ് ചോദിച്ചിരിക്കുന്നത് 70-യുടെ എബോവ് ആണ്. പക്ഷെ യുണൈറ്റഡും ആ ഒരു റേറ്റ് ലോവർ ചെയ്യാനുള്ള ചാൻസസും കാണുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് യുണൈറ്റഡും കടന്നു വന്നത്. ഫിനാൻഷ്യലി ഉള്ള ആ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി യുണൈറ്റഡ് നോക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ ന്യൂസ് എല്ലാ യുണൈറ്റഡ് ഫാൻസിനെയും ഡിസപ്പോയിന്റ്മെന്റ് കൊണ്ടുവരും. കാരണം യുണൈറ്റഡ് ഫാൻസ് ട്രസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. യങ് ജനറേഷന് ബിൽഡ് ചെയ്യുക, അതൊക്കെ വേറൊരു കോർ സംഭവങ്ങളാണ് യുണൈറ്റഡ് ഫാൻസിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബ്ബ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ന്യൂസ്, ഇങ്ങനത്തെ ഒരു യങ് പ്രൊഡിജീനെ സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് യുണൈറ്റഡ് ഫാൻസ് എന്ന രീതിയിൽ. ഇങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ പ്ലെയർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ക്ലബ്സും ഈ ഒരു പ്ലെയറിലോട്ട് വരും. വേറൊരു ക്ലബ്ബ് ഇൻട്രസ്റ്റ് കാണിച്ചേക്കുന്നത് ചെൽസിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സാൻചോനെ ഒരു 25 മില്യൺ ആണ് മേടിച്ചത്. നമ്മൾ മേടിച്ചത് 80 മില്യൺ എബോ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിന് 25 നമ്മൾ സെല് ചെയ്യാൻ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഗാർനാച്ചോ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് എന്തായാലും ചെൽസിയും നപ്പോളിയും ഈ ഒരു പ്ലെയറിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഗാർനാച്ചോ പോകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് അറ്റ് ഗോ ഫുട്ബോളർ. സബ്സ്ക്രൈബ് ടു ദി ചാനൽ.